പക്ഷെ ബോധമുണ്ട്. ആ പോയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ അച്ഛനും ഡോക്ടർ ജീവനും ഒക്കെ അകത്ത് കിടന്ന് ഗോതമ്പുട്ട നിന്നേനെ. ആർക്കു വേണ്ടിയാ? നിനക്ക് നിന്റെ തന്തയ്ക്കും വേണ്ടി 100-300 കോടി രൂപ മുടക്കിയത് പുണ്യം കിട്ടാനല്ല ലാഭമുണ്ടാക്കാനാണെന്നൊക്കെ പറയുമ്പോ ഞാനും അതുപോലെ ആദർശം പറഞ്ഞു വന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പുണ്യാളനാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശമ്പളം തരുന്ന സ്ഥാപനത്തോടുള്ള കൂറ്. MD കഴിഞ്ഞ് കുറെ കാലം അയാളുടെ പിന്നാലെ നടന്നു. കുരിശിച്ച ബന്ധം. എന്റെ മുഖമടച്ചടിച്ചയാൾ, ആക്ഷേപിച്ചയാൾ, അയാളെക്കാളും വലിയ സ്കോളറാ ഞാൻ. 3-4 അടിച്ചിട്ടുണ്ട്. സ്മെൽ. അതിന് ഇത്രയും വലിയ റിയാക്ഷൻ്റെ ആവശ്യമില്ല. ഇന്നെനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. എന്നിട്ട് ഇവിടെ തുടരണമോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഡോക്ടർ ജീവൻ എനിക്ക് മകനെ പോലെയാണെന്ന് തമ്പുരാൻ നാഴിക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ. ആ മകനെ പോലെ എന്നതിന് പകരം മകനാണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നതിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് മോളെ. അതെ, നീ എന്നെ എത്ര കാലം തൊട്ട് കാണും? കഴിഞ്ഞ 10 വർഷം. അതായത് നീ +2 കഴിഞ്ഞ കാലം മുതൽ ഞാൻ നിന്നോട് പറയാത്ത എന്നാ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയോ? താൻ ഫിറ്റല്ലല്ലോ. പോടെ കാര്യം പറ. MBBS കഴിഞ്ഞ് കയറി വന്ന ചുള്ളം പയ്യൻ. ആ കാലം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്നോട് പ്രേമമാണല്ലേടാ? മുടിഞ്ഞ പ്രേമം, ഒടുക്കത്തെ പ്രേമം. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ നേടിയേ. ഇനി പറ, ഞാൻ എന്താ വേണ്ട? തമ്പുരാനോട് പറയടാ, കെട്ടിച്ചു തരാൻ. എന്താ ധൈര്യമില്ലേ? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നീ ചട്ടയും മുണ്ടുടുത്താൽ എങ്ങനെയിരിക്കും? ഇനി ഞാൻ നിന്റെ മുമ്പിൽ നിന്നാ, ഞാൻ തുണിയില്ല നിന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ തമ്പുരാൻ ക്ഷമിക്കണം. ഞാൻ മതിയാക്കാം ഇവിടുത്തെ സേവനം. എന്തിനാ വെറുതെ പരാതിയും പരിഭവമൊക്കെ ഇട്ട് ഞാനിവിടെ ഇങ്ങനെ തുടരണേ? മാനേജ്മെന്റിനെ ഫേവർ ചെയ്യുന്നതും സ്ഥാപനത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണോ ഞാൻ ചെയ്ത കുറ്റം? ഞങ്ങൾക്കത് ബോധ്യമുണ്ട് ജീവൻ. ഡോക്ടർ ഹരികരന്റെ വിശുദ്ധ പദവി തൽക്കാലം നമുക്ക് ആവശ്യമാണ് എന്ന് കരുതി ഞാൻ ചെകുത്താനായി അറിയപ്പെടുന്നുണ്ടോ? ഡോക്ടർ ഹരികരൻ ദൈവം, ഡോക്ടർ ജീവൻ ചെകുത്താൻ. അത് ശരിയാവില്ല. അതുകൊണ്ട് കുറെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ മറ്റെവിടേക്കെങ്കിലും പോകാനാണ് എന്റെ പരിപാടി. അതിന് ഞങ്ങൾ തയ്യാറല്ലെങ്കിലും താനില്ലാതെ ഈ പ്രസ്ഥാനമോ? അതിന് തമ്പുരാൻ ഏറെ വില നൽകേണ്ടി വരും. വിലപേശാൻ കിട്ടുന്ന ഒരു നിമിഷവും നീ പാഴാക്കാറില്ല. നിനക്ക് എന്താ വേണ്ടത്? ഇതൊരു വിലപേശലല്ല. ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ അങ്ങനോട് പിതൃതുല്യമായ ഒരു വാത്സല്യമാണ് കാണിച്ചിട്ടുള്ളത്. മറിച്ച് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തൊരു വാടകയുടെ ഇത്! എന്റെ സ്വന്തം സ്ഥാപനം എന്ന പരിഗണനയുടെ മാത്രമേ ഞാനിവിടെ നിന്നിട്ടുള്ളൂ. എന്റെ സ്വന്തം സ്ഥാപനം. കൂൾ ഡൗൺ ജീവൻ, കൂൾ ഡൗൺ. സോറി ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് ഒരു നല്ല കാര്യം പറയുമ്പോ വാള. ഓക്കെ, തമ്പുരാന് വിരോധമില്ലെങ്കിൽ എന്റെ പൊന്നു ജീവ ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. പ്രകൃതിയെ എനിക്ക് വിവാഹം ചെയ്ത് തരണം. എടാ, അത് എനിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോ? അങ്ങ് ഉദ്ദേശിക്കുന്നു? മോളോടൊന്ന് ചോദിക്കണം. അവിടെ അഭിപ്രായമാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. പ്രകൃതി സമ്മതിച്ച പിന്നെ ജാതി, മതം, കുലം, കോവിലകം എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കോ? നോ, അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല. കിഴക്കൻ മലമുകളിലേ
വെളുത്ത പെൺകൊടിയേ കുളിരു കോരി അണിഞ്ഞ് അരികെ വരുമോ നീ എൻ കുറുമ്പുകാരിയഴകേ കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ കുളിരു കോരി അണിഞ്ഞ് അരികെ വരുമോ നീ എൻ കുറുമ്പുകാരിയഴകേ മെഴുകുതിരികൾ തെളിയും മിഴികൾ നോക്കി നിൽക്കേ മനസ്സു നിറഞ്ഞു പോയി പെണ്ണെ മകരമാസക്കിളിയേ മെഴുകുതിരികൾ തെളിയും മിഴികൾ നോക്കി നിൽക്കേ മനസ്സു നിറഞ്ഞു പോയി പെണ്ണെ മകരമാസക്കിളിയേ വിലോലമായ നിൻ കവിളിൽ വിരൽ തൊടുന്ന തെന്നലു ഞാൻ കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ കുളിരു കോരി അണിഞ്ഞ് അരികെ വരുമോ നീ എൻ കുറുമ്പുകാരിയഴകേ ചട്ടയും തുമണിഞ്ഞ് കൊട്ടയും കൊണ്ടുവായോ കണ്ണാടിക്കടപ്പുറത്ത് വീണ്ടും ചാകര കൊണ്ടുവന്നേ ചട്ടയും തുമണിഞ്ഞ് കൊട്ടയും കൊണ്ടുവായോ കണ്ണാടിക്കടപ്പുറത്ത് വീണ്ടും ചാകര കൊണ്ടുവന്നേ പരൽ പുളഞ്ഞ പൂമിഴിയിൽ പതുക്കനെ തലോടിത്തരാ കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ കുളിരു കോരി അണിഞ്ഞ് അരികെ വരുമോ നീ എൻ കുറുമ്പുകാരിയഴകേ കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ കുളിരു കോരി അണിഞ്ഞ് അരികെ വരുമോ നീ എൻ കുറുമ്പുകാരിയഴകേ